ജീവിതം അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ലൈഫ് ഇറ്റ്സ് റിയലി എ മിസ്റ്ററി. നമുക്കൊക്കെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. പക്ഷേ നടക്കുന്നത് അതിനെല്ലാം വിപരീതമായിട്ടായിരിക്കും. എല്ലാവരെയും പോലെ എനിക്കും ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദിവസം എല്ലാം മാറ്റിമറിച്ചു. അവളായിരുന്നു ഞങ്ങളുടെ എല്ലാം. ഞങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കാൻ നോക്കിയതും അവളായിരുന്നു. എന്നാൽ ഞങ്ങൾ ഒന്നിക്കുന്നത് കാണാൻ അവൾ ഇന്നീ ലോകത്തില്ല. അങ്ങനെ അതുമായി. ഇല്ല, എനിക്ക് പറ്റില്ല. എന്നെ കൊണ്ടിത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാനിത് ചെയ്തേ പറ്റൂ. അവക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നിനക്കറിയൂ, അവളായിരുന്നു ഞങ്ങളുടെ എല്ലാം. ഞങ്ങൾ ഒന്നിപ്പിക്കാൻ നോക്കിയതും അവളാ. എന്നിട്ട് ആ ചട്ടിയിൽ കിടക്കണ കിടപ്പ് കണ്ട സഹിക്കണില്ല. എന്നും അവളുടെ മുട്ടയും എടുത്തോണ്ട് ഞാൻ പള്ളിമേടയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരസ്പരം കാണുന്നത്. അങ്ങനെ അവള് ഞങ്ങൾക്ക് ഡെയിലി ഞങ്ങളുടെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ആ മൊമെന്റ് തന്നത്. എല്ലാത്തിനും കാരണം അവളാ. എന്നിട്ടും ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞത് എന്തോ അസുഖം വന്നെന്നാ. അതിന് അസുഖം വന്ന ചത്ത കോഴീനെ ആരെങ്കിലും കറി വെച്ച് തിന്നോ? ശരിക്കും അസുഖം വന്നാണ് ഈ കോഴി ചത്തത്. തേങ്ങാ കൊല പയറുമണി പോലെ അന്തസ്സായിട്ട് ഒറ്റയ്ക്കിന് 2-3 മുട്ടയിട്ടുണ്ടിരുന്ന ഞാന് ഞായറാഴ്ചത്തേക്ക് കറിയില്ലെന്നും പറഞ്ഞ് ഒറ്റ വെട്ടിന് ഇവളുടെ തള്ളേനെ ചട്ടിയിലാക്കിയത്. എന്നിട്ടിരുന്ന് കരയണണ്ട കുരുപ്പ്. പോട്ടേടാ പോവാ. ഞാനെന്നാ അവൾക്ക് വേണ്ടി അവസാനമായിട്ട് ഒരു പിടി ചോറുണ്ണട്ടെ. പഠിച്ചോനെ, ചിക്കൻ കറിക്ക് ഇത്രയും ടേസ്റ്റാ. ഇതൊരു പിടിയിലൊന്നും നിൽക്കൂല. കഴിക്കടി കഴിക്ക്. അവക്കടെ ഒടുക്കത്തൊരു പ്രേമം. നിന്നെ ഇങ്ങനെ കഴിക്കുമ്പോ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നത്. നിങ്ങൾക്കറിയോ, 2 മാസം മുമ്പ് വരെ 8 മണി വരെ നല്ല അന്തസ്സായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാനാ. ആമിന, എഴുന്നേറ്റ്. ദേ ഈ മുട്ട കൊണ്ടുപോയിട്ട് പള്ളിമേടയെ കൊടുക്ക്. വല്യച്ഛന് നാടൻ മുട്ട ഇഷ്ടമാണെന്നാ കേട്ടത്. എന്നെ കൊണ്ടൊന്നും വയ്യ, ഉമ്മ തന്നെ കൊടുക്ക്. ആമിന, ദേ സമയം 7 ആയി. ഈ മുട്ട കൊണ്ടേ പള്ളി കൊടുത്തേ. ആമിന, ഇന്നാ ഈ മുട്ട കൊണ്ടുപോയി കൊടുക്ക്. അങ്ങനെ എന്ന് രാവിലെ ഉമ്മ എന്നെ കുത്തിപ്പൊക്കി വികാരിച്ചിന് നല്ല നാടൻ മുട്ട കൊടുക്കാൻ വേണ്ടി വിടും. വീട് പള്ളിയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഞാനും അച്ഛനും നല്ല കൂട്ടാ. പോരാത്തതിന് തോന്നുമ്പോ പള്ളിക്കറിന്നിറങ്ങാനുള്ള ഫുൾ ലൈസൻസും എനിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാവിലെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു പള്ളിമണി ഞാൻ കേട്ട്. കൂട്ടത്തില് അതിമനോഹരമായൊരു ശബ്ദവും. അമ്മേ, അയ്യോ എന്റെ അമ്മേ. അങ്ങനെ അതിരാവിലെയുള്ള ഈ ശബ്ദം കേട്ട് അയൽവക്കത്തുള്ള എല്ലാവരും പള്ളിമുറ്റത്തേക്ക് ഓടിക്കൂടി. കൂട്ടത്തിൽ ഞാനും. നോക്കുമ്പോ എന്താ, ഒരു ചെറിയ സാധനം പള്ളിമണി കിടന്ന് ആടണ്. വേറെ ആരുമല്ല, മൈ വൺ ആൻഡ് ഓൺലി ക്രഷ് ഡേവിഡ് ജോൺ. ഹോ, ആ കാഴ്ച ഒന്ന് കാണണം. ശരിക്കും സ്പൈഡർമാൻ തന്നെ. അല്ലേലും എൻ്റെ ചെക്കൻ പണ്ടേ പൊളിയ. എൻ്റെ ഒരു ഭാഗ്യം. അന്നാ എനിക്കൊരു കാര്യം മനസ്സിലായത്. പുള്ളി അവിടുത്തെ അൾത്താര ബാലനായിട്ട് ചാർജ് എടുത്ത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പള്ളിമണിയിൽ ഈ പ്രകടനം. സത്യം പറഞ്ഞ ഡേവിഡ് എൻ്റെ 4ാം ക്ലാസ് മുതലുള്ള ക്രഷാ. ഞാൻ പുള്ളിയുടെ ഫാനായതിനൊരു കാരണമുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാധാരണ എല്ലാവരും അച്ഛൻ്റെ ഒപ്പം നടന്നോ അല്ലെങ്കിൽ വണ്ടിക്കോ ആയിരിക്കും സ്കൂളിൽ വന്നത്. എന്നാൽ ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഡേവിഡ് ഒരു സൈക്കിൾ ഓടിച്ച് ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് വന്നി. ആ സൈക്കിളിന് 1-2 അല്ല, 4 വീലാ. 4 വീല്. പോരാത്തതിന് ഏതൊക്കെയോ തിളങ്ങണ കുറെ സ്റ്റിക്കറും ഉണ്ട്. ഹോ, റെഡ് കൂളിംഗ് ഗ്ലാസും വെച്ച് സൈക്കിളിൽ തന്നെ ഡേവിഡിനൊന്ന് കാണണം. ഈ മോനെ, അവനൊരു മാസ പയ്യൻ തന്നെ.
ഞങ്ങളുടെ സ്കൂളിൽ ആദ്യമായിട്ട് ഒരു കൊച്ച് ഒറ്റക്ക് ഇത്രയും ദൂരം വന്ന, അത് 2 കിലോമീറ്ററിലെ സൈക്കിളിൽ. ഞാൻ അപ്പോഴേ ഫ്ലാറ്റ്. അന്നു മുതൽ അടിച്ച ക്രഷ. പക്ഷെ പടച്ചോനായിട്ട് ഇങ്ങനൊരു സംഭാവന എൻ്റെ പ്രേമത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ഉമ്മ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി. മുട്ടയായിട്ട് നേരെ പള്ളിയിലേക്ക് പോയിട്ടങ്ങ് ബെല്ലടിക്കും. പള്ളിമേടയിലെ ഡോറ് തുറക്കണത് ആരാ? ഡേവിഡ്. താങ്ക്സ്. താങ്ക്സ്. താങ്ക്സ് ആമിന. ഇവനിപ്പ എൻ്റെ പേരല്ലേ വിളിച്ച? അല്ല, ഇവൻ എൻ്റെ പേരെങ്ങനെ അറിയാ? താങ്ക്സ് ആമിന. എന്തായാലും കൊള്ളാം. ആമിന, ഡേവിഡ്. താങ്ക്സ് ആമിന. എനിക്ക് വയ്യ. ഹോ, മതിയായി. ഇങ്ങനെ പോയ ഉറക്കം കിട്ടാണ്ട് ചാവേണ്ടി വരും. ആർക്കും ഒന്നും കത്തിയില്ലല്ലേ. ഞാനേ അൾത്താരപാലനായ കാര്യം പറഞ്ഞത്. ഈ പള്ളിയിലെ പള്ളിമണി മുതൽ സകലമാന കാര്യം നോക്കണം ഞാൻ. ആ കപ്പ്യാരി ഇവിടെ എന്തിനു നിർത്തിയേക്കുവാണോ എന്തോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് പള്ളീനോട് ഒടുക്കത്തെ ആത്മാർത്ഥതയാണെന്ന്. എൻ്റെ പൊന്നാർമീസേ, പെട്ടുപോയതാ. അല്ല, പെടുത്തിയതാ. എൻ്റെ കഥ ഞാൻ തന്നെ പറയാം. എന്നും നല്ല അടിപൊളിയായിട്ട് 8:30 എഴുന്നേറ്റുകൊണ്ടിരുന്ന ഞാൻ ഫുഡിന് ഫുഡ്, ഉറക്കത്തിന് ഉറക്കം, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാ. അപ്പോഴാ അപ്രതീക്ഷിതമായിട്ടത് സംഭവിച്ചത്. ഒരു ദിവസം പെട്ടെന്നൊരു കോള് വന്നു. അപ്പാപ്പൻ വടിയായി പോലും. ഞാൻ അങ്ങനെ അപ്പാപ്പനോടധികം മിണ്ടാറൊന്നുമില്ല. പക്ഷെ സീൻ ഇതൊന്നുമല്ല. അപ്പാപ്പൻ മരിച്ചുകൊണ്ട് അമ്മാമ്മ ഇനി മുതൽ ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കണേന്ന്. പുള്ളിക്കാരിയാണെ വന്ന ദിവസം മുതൽ വീട്ടിൽ ഒടുക്കത്തെ പ്രാർത്ഥനയും ബൈബിളും ആയനെ. എനിക്കാണെങ്കിൽ ഈ വക കാര്യങ്ങൾ പണ്ടേ അലർജിയാണ്. ഇടയ്ക്കൊക്കെ അമ്മാമ്മ എന്നോടും പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാറില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാനും അമ്മാമ്മയും രാത്രി ഹാളിലിരിക്കുമായിരുന്നു. ഷോ, കറണ്ട് പോയല്ലോടാ വാവക്കുട്ടാ. ഓ, ഈ അമ്മാമ്മേനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞേക്കണം വാവക്കുട്ടാന്ന് വിളിക്കരുതെന്ന്. അത് ഇടയ്ക്ക് പോകാറുള്ളതാ അമ്മാമ്മേ. നിക്ക്, ഞാൻ ആ തിരി കത്തിക്കാം. എടാ വാവക്കുട്ടാ, നിന്റെ അപ്പനും അമ്മ എപ്പോൾ വരുമെന്നാ പറഞ്ഞ? കുടുംബ യൂണിറ്റിന് പോയേക്കണല്ലേ. ഒരു 8 മണിയൊക്കെ ആവും. അല്ല, നീ എന്താ ഈ പള്ളിയിലൊന്നും പോവാത്ത? അതൊക്കെ വലിയ മെനക്കേടാ അമ്മാമ്മേ. ഓഹോ, നിനക്ക് കർത്താവിൻ്റെ കാര്യം പറയുമ്പോൾ അലർജിയാണല്ലേ. ശരിയാക്കി തരാം. കൊച്ചിങ്ങ വന്നേ, അമ്മാമ്മ ഒരു കഥ പറഞ്ഞുതരാം. ഓ വേണ്ട അമ്മാമ്മേ, എനിക്കങ്ങനെ കഥയൊന്നും കേൾക്കണ അത്ര ഇഷ്ടമല്ല. ആണോ? എന്നാൽ നമുക്ക് കൊന്തയല്ലാം. കൊന്തേ? വേണ്ട അമ്മാമ്മേ, കഥ മതി. ആ, എന്നാ കൊച്ചിങ്ങ വാ. അമ്മാമ്മ ഇപ്പോൾ പറയാൻ പോണതേ വെറും ഒരു കഥയല്ല, എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം. ഇന്നലെ രാത്രി നിന്റെ അപ്പൂപ്പൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആഹാ, അത് കൊള്ളാല. എന്നിട്ട്? ഒരു മിനിറ്റ്. അതിന് പാപം മരിച്ചു പോയതല്ലേ, പിന്നെങ്ങനെ കാണാൻ വന്ന? മരിച്ചു, പക്ഷേ പോയിട്ടില്ല. എപ്പോഴും എന്നെ കാണാൻ വരും. വരുമ്പോഴൊക്കെ മൂപ്പർക്ക് നിന്റെ കാര്യം പറയാനുള്ളു. എൻ്റെ കാര്യം? എൻ്റെ എന്ത് കാര്യം? നിന്നങ്ങേർക്ക് വലിയ കാര്യമായിരുന്നടാ. നീ എന്നും മുടങ്ങാണ്ട് പള്ളിയിൽ പോകണം, അൾത്താരപാലനാകണം, ഇങ്ങനെ എന്തൊക്കെയോ എന്നോട് പറഞ്ഞ്. ഞാനാണെ അപ്പം തന്നെ ചോദിച്ച്, നീ വളർന്നൊരു ചെറുക്കനല്ലേ, എങ്ങനെയാ നിർബന്ധിക്കണേന്ന്. അപ്പനോട് പറയുക ഇന്ന് നിന്നോട് നേരിട്ട് വന്ന് പറയാമെന്ന്. ഇന്ന് ചിലപ്പോൾ വരുമായിരിക്കും, നീ ചുമ്മാ സംസാരിച്ചങ്ങ് വിട്ടാൽ മതി. അയ്യോ, ഞാൻ പള്ളിയിൽ പോയിക്കോളാം, അൾത്താരപാലനും ആയിക്കോളാം. അപ്പാപ്പനോട് കാണാൻ വരണ്ടെന്ന് പറയാം അമ്മാമ്മേ. ഓ, അതൊന്നും വേണ്ട മോനെ. നീ പുള്ളി വരുമ്പോൾ പുള്ളിനോട് പറഞ്ഞാൽ മതി താല്പര്യമില്ലെന്ന്. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട. നിനക്കിതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു താല്പര്യമില്ലെന്ന്? എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഞാൻ നാളെ മുതൽ പള്ളിയിൽ പോയിക്കോളാം.
ആൾക്കാരെ വല്ലതും ആയിക്കോളാം. അപ്പാപ്പനോടൊന്നും പറയമ്മേ വരണ്ടാന്ന്. ആ അമ്മാമ്മ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇങ്ങനെ ഒരു മണ്ടൻ മോനെ ഡേവിഡ്, നിന്നല്ല നിന്റെ അപ്പനെ വരെ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. എന്നോട് അവൻ്റെ കളി. അങ്ങനെ രാവിലെ എഴുന്നേൽക്കലായി, കൊന്തയായി, വെന്തിന്നയായി, പൂർത്തിയായി. 7 മണി കാണാത്ത ഞാനങ്ങനെ ആദ്യമായിട്ട് നേരം വെളുക്കണ കണ്ട്. പള്ളി ചെന്നപ്പോഴാണെങ്കിൽ എന്നോട് ആദ്യം പറഞ്ഞത് പള്ളിമണി അടിക്കാനാ. 2 വട്ടം പിടിച്ച് വലിച്ചെങ്കിലും പള്ളിമണിക്കൊരു കൂസലും ഇല്ലെന്നേ. പിന്നെ ഒന്നും നോക്കില്ല, സർവ്വശക്തി എടുത്ത് കയറിലേക്ക് ഒരു ഒറ്റച്ചാട്ടം. പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റിയില്ല, മൊത്തം എയറിലായിരുന്നേ. എൻ്റെ അമ്മച്ചിയേ, അയ്യോ ആരേലും ഓടി വന്നേ, അയ്യോ അമ്മേ എന്നൊന്ന് താഴെ ഇറക്കേ. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആരൊക്കെയോ ചേർന്ന് എന്നെ നിലത്ത് നിർത്തി. അപ്പോഴാ മുമ്പിൽ നിൽക്കണ ആളെ ഞാൻ ശ്രദ്ധിക്കണത്. ആമിന. പോയി, എൻ്റെ ഡിഗ്നിറ്റി മൊത്തം പോയി. ഇവളെൻ്റെ ജൂനിയറാ, കാണാനൊക്കെ നല്ല ലുക്കാ. ആളാണെങ്കിൽ എന്നെ ഒട്ടുക്കത്തെ നോട്ടമാ. എന്ത് ചെയ്യാം, ഈ സൗന്ദര്യം ഒരു ശാപമായി പോയി. പക്ഷെ ഇതോടുകൂടി എൻ്റെ വില മൊത്തം പോയി, ഉറപ്പാ. പക്ഷേ പിറ്റേ ദിവസം മുതൽ അവൾ എന്നും പള്ളിമേടയിൽ വന്നിട്ട് ബെല്ലടിക്കും. ഞാനാ വാതിൽ തുറക്കാറ്. എന്നെ കാണുമ്പോഴത്തേക്കുവേ 32 പല്ലും കാട്ടിയ ഒരു ചിരിയ. പിന്നെ കുറച്ച് മുട്ട വന്നിട്ടും പോകും. ഇതിപ്പോൾ ഡെയിലി റൂട്ടീനായേക്കുവാണ്. അവളുടെ ആ ഒരു ചിരി കണ്ടിട്ട് എൻ്റെ ഡിഗ്നിറ്റി അത്രക്കൊന്നും പോയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്താകോ എന്തോ.